ദൃശ്യം 3 നല്ലൊരു സിനിമയാണെങ്കിലും ഒന്നും രണ്ടും ഭാഗങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ നിരവധി പ്രശ്നങ്ങളുള്ളൊരു സിനിമയാണ്. മികച്ച സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു ആദ്യ രണ്ട് ഭാഗങ്ങളുടെയും നട്ടെല്ല്. മേക്കിംഗ് ക്വാളിറ്റി അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും തിരക്കഥയും ക്ലൈമാക്സും തന്നെയായിരുന്നു അവസാന രണ്ട് ഭാഗത്തിനും ഇത്രയധികം പ്രേക്ഷക സ്വീകാര്യത കിട്ടാൻ കാരണം. എന്നാൽ ദൃശ്യം 3ലേക്ക് വരുമ്പോൾ മേക്കിങ്ങിനൊപ്പം തിരക്കഥയും ചെറിയ രീതിയിൽ പാളിയിട്ടുണ്ട്. ആവർത്തിച്ചു പറയുന്നു, ഒന്നും രണ്ടും ഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മാത്രമാണ് തിരക്കഥയിൽ പ്രശ്നങ്ങൾ തോന്നുക. ദൃശ്യം 3 മാത്രമായി എടുക്കുമ്പോൾ നല്ല സിനിമ തന്നെയാണ്. നിരവധി പ്ലോട്ട് ഹോളുകൾ ഉള്ളൊരു തിരക്കഥയാണ് ദൃശ്യം 3യുടേത്. കഥയിലെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. സിനിമ കണ്ടവർ മാത്രം വീഡിയോ തുടർന്നു കാണുക. സിനിമ കാണാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആസ്വാദനത്തെ അത് ബാധിക്കും. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ തുടർന്നു കാണുക. സിനിമ കാണാത്തവർ ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദൃശ്യം 3യിലെ ലോജിക്കില്ലായ്മകളെക്കുറിച്ചാണ്. വെൽക്കം ടു സിനിമോസഫി. പല പ്രേക്ഷകർക്കും ഉണ്ടാകുന്ന സംശയമാണ് സിനിമയിൽ ലോജിക് വേണോ എന്നുള്ളത്. തീർച്ചയായും സിനിമയിൽ ലോജിക് വേണ്ട. എന്നാൽ ഏതൊരു സിനിമയും ആ സിനിമയുടെ വേൾഡ് ബിൽഡ് ചെയ്യുമ്പോൾ ആ വേൾഡിനനുസരിച്ചുള്ള ലോജിക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് CID മൂസ എന്ന സിനിമയിൽ നമ്മുടെ യഥാർത്ഥ ലോകത്തെ ലോജിക്കല്ല ഉള്ളത്. ആ സിനിമയ്ക്ക് ആവശ്യമുള്ള ലോജിക്കാണ് അവിടെ സെറ്റ് ചെയ്യുന്നത്. അതിനാൽ തന്നെ CID മൂസ ഒരിക്കലും ലോജിക്കില്ലാത്ത സിനിമയായി നമുക്ക് തോന്നില്ല. എന്നാൽ ദൃശ്യം അങ്ങനെയല്ല. നമ്മുടെ യഥാർത്ഥ ലോജിക്ക് തന്നെയാണ് ദൃശ്യത്തിലും ഉള്ളത്. ദൃശ്യം 1 മുതൽ ജീത്തു ജോസഫ് പിന്തുടരുന്നത് യഥാർത്ഥ ലോകത്തെ ലോജിക്കും നിയമവ്യവസ്ഥകളും സാധ്യതകളുമാണ്. അതുകൊണ്ട് തന്നെ എഴുത്തിലെ ചെറിയ പിഴവുകൾ ലോജിക്കില്ലായ്മയായി പ്രേക്ഷകർ വിധിയെഴുതും. അത്തരത്തിലുള്ള എഴുത്തിലെ അശ്രദ്ധകളാണ് ദൃശ്യം 3യിൽ അധികവും ഉള്ള പ്രശ്നങ്ങൾ. ഓരോന്നായി ചർച്ച ചെയ്യാം. ഒന്നാമതായി, അഞ്ജുവിനെതിരെ വ്യാജ തെളിവുണ്ടാക്കാൻ വേണ്ടി അവിരയുടെ രക്തം സഹദേവനും അവിരയും ചേർന്ന് റിസോർട്ടിൽ തളിക്കുന്നുണ്ട്. ഇത് സിനിമയിലെ പ്രധാന ലോജിക്കൽ മിസ്റ്റേക്കാണ്. പല പ്രേക്ഷകരും പറയുന്നത് വ്യാജ രക്തമാണ് അതെന്നാണ്. പോലീസുകാരനായ സഹദേവൻ ഒരിക്കലും വ്യാജ രക്തം തളിക്കാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ അവിരയുടെ രക്തമാണ് അതെന്ന് ഉറപ്പാണ്. എന്നാൽ അവിരയുടെ രക്തം എടുക്കുന്നത് സിനിമയിൽ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അഞ്ജുവും അവിരയും റിസോർട്ടിൽ എത്തുന്നതിന് മുൻപായിരിക്കും ശരീരത്തിൽ നിന്ന് രക്തം എടുത്തിട്ടുണ്ടാകുക. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് രക്തം പുറത്തെടുത്താൽ 2 മുതൽ 8 മിനിറ്റുകൾക്കുള്ളിൽ അത് കട്ടപിടിക്കാൻ തുടങ്ങും. പൂർണ്ണമായും കട്ടപിടിക്കാൻ 20 മിനിറ്റ് വരെ എടുക്കും. അതായത് രക്തം ശരീരത്തിൽ നിന്ന് പുറത്തെത്തിയാൽ 20 മിനിറ്റിനുള്ളിൽ അത് കട്ടപിടിക്കും. രക്തം കട്ടപിടിക്കാതിരിക്കാൻ ആന്റി കൊയാഗുലൻസ് ചേർക്കണം. രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള കെമിക്കൽസ് ആണിത്. ആശുപത്രിയിൽ നിന്ന് ഒരാളുടെ രക്തമെടുക്കുമ്പോൾ ഇത്തരം കെമിക്കൽസ് നേരത്തെ ചേർത്ത പ്രത്യേകം കണ്ടെയ്നറുകളിലാണ് സൂക്ഷിക്കുക. സഹദേവനും അവിരയും തളിക്കുന്ന രക്തം കട്ടപിടിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കെമിക്കൽസ് അതിൽ ചേർത്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥർക്ക് ഇത് വ്യാജ തെളിവാണെന്ന് വളരെ എളുപ്പത്തിൽ തെളിയിക്കാൻ സാധിക്കും. അതായത് രക്തം ശരീരത്തിൽ നിന്ന് നേരിട്ട് വീണതാണോ, മുമ്പ് സൂക്ഷിച്ച രക്തം തളിച്ചതാണോ എന്ന് ഫോറൻസിക് ഉദ്യോഗസ്ഥർക്ക് തെളിയിക്കാൻ നിഷ്പ്രയാസം കഴിയും. പ്രഭാകർ 2 വർഷമെടുത്ത് തയ്യാറാക്കിയ പ്ലാൻ ഒരു വലിയ ദൂരമുള്ള ബക്കറ്റായിരുന്നു. അടുത്തത്, അഞ്ജുവിന് മയക്കുമരുന്ന് നൽകിയാണ് ഇതെല്ലാം സഹദേവനും അവിരയും ചെയ്യുന്നത്. ഒരു സാധാരണ ലാബ് പരിശോധനയിൽ പോലും ഒരാളുടെ ശരീരത്തിൽ മയക്കുമരുന്ന് ചെന്നിട്ടുണ്ടോ എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ആ അവസ്ഥയിൽ ഒരാളെ ആക്രമിക്കാൻ കഴിയില്ല എന്ന് കോടതിയിൽ തെളിയിക്കാൻ ജോർജ് കുട്ടിക്ക് ഒരു വക്കീലിന്റെ ആവശ്യം പോലും ഉണ്ടാകില്ല. ഇനി അതെല്ലാം മാറ്റി നിർത്തിയാലും റിസോർട്ടിലെ CCTV ദൃശ്യങ്ങളും ജോർജ് കുട്ടിയുടെ മൊബൈൽ ലൊക്കേഷനും തെളിവായി വെച്ച് വളരെ എളുപ്പത്തിൽ അഞ്ജുവിനും ജോർജ് കുട്ടിക്കും ഇറങ്ങിപ്പോരാൻ കഴിയും. അടുത്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് സഹദേവന്റെ പ്ലാനാണ്. പ്രഭാകർ അറിയാതെ അവിരയെ കൊന്ന് ജോർജ് കുട്ടിയുടെ പുരയിടത്തിൽ കുഴിച്ചിടുക എന്നതായിരുന്നു സഹദേവന്റെ പ്ലാൻ. അതിനുവേണ്ടി അയാൾ ജോർജ് കുട്ടിയുടെ പുരയിടത്തിൽ ഒരു കുഴി എടുത്തു വെക്കുന്നുണ്ട്. ജോർജ് കുട്ടിയെ കുടുക്കാൻ വേണ്ടി ജോർജ് കുട്ടി ആ കുഴി മൂടുന്ന ഒരു വീഡിയോ സഹദേവൻ ഷൂട്ട് ചെയ്തു വെക്കുന്നുണ്ട്. അവിരയെ കുഴിച്ചിട്ടതിന് ശേഷം കുഴി മൂടുന്ന ദൃശ്യങ്ങളാണെന്ന് പറഞ്ഞ് ഈ ദൃശ്യങ്ങൾ പോലീസിൽ ഏൽപ്പിക്കാനായിരുന്നു സഹദേവന്റെ പ്ലാൻ. ഒരു പോലീസുകാരനാണ് ഈ പ്ലാൻ ഇട്ടതെന്ന് പ്രത്യേകം ഓർക്കണം. ആ വീഡിയോ ശാസ്ത്രീയമായി പരിശോധിച്ചാൽ അതിന്റെ മെറ്റാഡാറ്റ പ്രകാരം എപ്പോൾ ഷൂട്ട് ചെയ്തതാണെന്ന് വളരെ എളുപ്പം തെളിയിക്കാൻ കഴിയും. അവിര കൊല്ലപ്പെടുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് എടുത്തതാണ് ഈ വീഡിയോ എന്ന് വളരെ എളുപ്പത്തിൽ ജോർജ് കുട്ടിക്ക് തെളിയിക്കാൻ കഴിയുമെന്ന് സാരം. ഒരു പോലീസുകാരൻ മുന്നും പിന്നും നോക്കാതെ ഇങ്ങനെ പ്ലാൻ ചെയ്തു എന്നത് ജിത്തു ജോസഫിന്റെ എഴുത്തിലെ അലസത തന്നെയാണ്. പ്രഭാകറിന്റെ പ്ലാൻ മൊത്തത്തിൽ ഒരു പൊട്ട പ്ലാനാണ്. 2 വർഷം സമയമെടുത്ത് പ്രഭാകർ തയ്യാറാക്കിയ പ്ലാൻ അവിരയും അഞ്ജുവുമായുള്ള വിവാഹത്തെയും അവരുടെ ഹണിമൂൺ റിസോർട്ടിനെയും മാത്രം ആശ്രയിച്ചുള്ളതായിരുന്നു. അതിനപ്പുറമുള്ള ഒരു പ്ലാനും പ്രഭാകറിന് ഉണ്ടായിരുന്നില്ല. കുറെ ബ്രോക്കർമാരെ ഏർപ്പാടാക്കി അഞ്ജുവിന്റെ ആലോചന അവിരയിലേക്ക് എത്തിക്കാൻ പ്രഭാകർ കരുക്കൾ നീക്കിയിട്ടുണ്ട് എന്ന്
പറയുന്നത് ശരി തന്നെ. പക്ഷെ തീർത്തും ഒരാളുടെ തീരുമാനത്തെ മാത്രം ആശ്രയിച്ച് വർക്കൗട്ട് ആകുന്ന പ്ലാനാണ് ഇത്. അതായത് അഞ്ജു അവിരയെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലോ അതല്ല ജോർജ് കുട്ടി വിദേശത്തേക്ക് കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നാലോ പാളിപ്പോകാവുന്ന പ്ലാൻ മാത്രമാണ് പ്രഭാകർ 2 വർഷമെടുത്ത് ഉണ്ടാക്കിയെടുത്തത്. തീർത്തും ഇല്ലോജിക്കലായ ഒരു പ്ലാൻ തന്നെയാണ് ഇത്. ജിത്തു ജോസഫിന്റെ എഴുത്തിലെ അലസതയിലേക്ക് തന്നെയാണ് പ്രഭാകറിന്റെ ഈ പ്ലാനും വിരൽ ചൂണ്ടുന്നത്. മറ്റൊരു കാര്യം ജോർജ് കുട്ടിയുടെ സിനിമാ നിർമ്മാണമാണ്. വരുണിന്റെ ആ സംഭവത്തിന് ശേഷം എല്ലായ്പ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജോർജ് കുട്ടി. അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മീഡിയയെയും പോലീസുകാരെയും ഓർമ്മപ്പെടുത്താതെ ജീവിക്കുന്ന ഒരാൾ. അതുകൊണ്ടാണ് അഞ്ജുവിന് വരുന്ന ആലോചനകളിൽ പോലീസുകാരുടെ കുടുംബമുണ്ടെന്ന് അറിയുമ്പോൾ ആ ആലോചനയിൽ നിന്ന് അയാൾ സ്വയം പിന്മാറുന്നത്. എന്നാൽ സ്വന്തം ജീവിതകഥയെ ആസ്പദമാക്കി ഒരു സിനിമ നിർമ്മിച്ച് മാധ്യമങ്ങളുടെയും സമൂഹത്തിന്റെയും ശ്രദ്ധ വീണ്ടും തന്റെ കുടുംബത്തിലേക്ക് തിരിക്കുന്നത് അയാളുടെ സ്വഭാവത്തിന് തികച്ചും വിരുദ്ധമാണ്. അതും സ്വന്തം ഭാര്യയുടെ പേരിൽ നിർമ്മാണ കമ്പനി തുടങ്ങി സ്വന്തം പേരിലാണ് ജോർജ് കുട്ടി സിനിമ നിർമ്മിക്കുന്നത്. ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അറിയില്ല. ചിലപ്പോൾ 4ാം ഭാഗത്തേക്കുള്ള ഹിന്റാകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ദൃശ്യം 3യെ മാത്രം പരിഗണിക്കുമ്പോൾ അതൊരു ലോജിക്കില്ലാത്ത സംഗതി തന്നെയാണ്. മറ്റൊരു കാര്യം, അഞ്ജുവിന്റെ സൈക്കോളജിസ്റ്റിനെ ഭീഷണിപ്പെടുത്തി സഹദേവൻ അവളുടെ മെഡിക്കൽ രേഖകൾ തിരുത്തിക്കുന്ന സംഗതിയാണ്. കോടതിയിൽ നിയമപരമായി നിലനിൽക്കാത്ത ഒരു തെളിവാണത്. ഒരു പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എതിർഭാഗം കോടതിയിൽ വാദിച്ചാൽ കോടതി ഉത്തരവ് പ്രകാരം ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചാണ് അത് ഉറപ്പുവരുത്തുക. അതായത് കോടതി നിർദ്ദേശിക്കുന്ന ഡോക്ടേഴ്സിന് മാത്രമേ രോഗിയെ പരിശോധിച്ച് മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാൻ കഴിയുകയുള്ളൂ. മുമ്പുള്ള റിപ്പോർട്ടുകൾ കോടതി തെളിവായി സ്വീകരിക്കാൻ സാധ്യതയില്ല. പിന്നെ എന്തിനാണ് കഷ്ടപ്പെട്ട് ഇതെല്ലാം പോലീസുകാരനായിരുന്ന സഹദേവൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവുമില്ല എന്ന് തന്നെയാണ് ഉത്തരം. മെമ്മറീസ് എഴുതിയ ജിത്തു ജോസഫ് തന്നെയാണ് ഇതെല്ലാം എഴുതിയതെന്ന് ആലോചിക്കുമ്പോൾ എന്തോ ഇവിടെ ഒരു പന്തികേടുള്ള പോലെ. മറ്റൊരു കാര്യം, അഞ്ജു അപകടത്തിലാണെന്ന് പറഞ്ഞ് സഹദേവൻ ജോർജ് കുട്ടിയെ വിളിക്കുന്ന ആ നിമിഷം തന്നെ ജോർജ് കുട്ടി റിസോർട്ടിനടുത്തുള്ള പോലീസിനെ വിളിച്ച് തന്റെ മകൾ റിസോർട്ടിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു എന്ന് പറയുകയാണെങ്കിൽ അഞ്ജുവിന്റെയും ജോർജ് കുട്ടിയുടെയും നിരപരാധിത്വം വളരെ എളുപ്പത്തിൽ തെളിയിക്കാൻ കഴിയുമായിരുന്നു. ഇനി ദൃശ്യം 3യിലെ ഏറ്റവും വലിയ പ്രോബ്ലം പറയാം. ജോർജ് കുട്ടി കീഴടങ്ങാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. കാരണം സ്വന്തം കുടുംബത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്തവനാണ് ജോർജ് കുട്ടി. അധികം ജനശ്രദ്ധയോ ശത്രുക്കളോ ഇല്ലാത്ത സമയത്ത് പോലും അയാൾ കീഴടങ്ങാൻ സമ്മതിക്കാതിരുന്നത് കുടുംബം അനാഥമാകുമെന്ന് ഭയന്നിട്ടാണ്. എന്നാൽ അയാൾ കീഴടങ്ങാൻ തീരുമാനിക്കുന്ന സമയമാകട്ടെ സ്വന്തം കഥ സിനിമയാക്കി ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുന്ന സമയത്താണ്. മാത്രമല്ല പേരിന് പോലും ഒരു ശത്രു ഇല്ലാതിരുന്ന ജോർജ് കുട്ടിക്ക് ഇപ്പോൾ ചുറ്റും ശത്രുക്കളാണ്. വെറും പാവമായിരുന്ന പ്രഭാകർ പോലും പക്ക ക്രിമിനലായി മാറിയിട്ടുണ്ട്. ഈ അവസരത്തിൽ കുടുംബത്തെ അനാഥമാക്കി പോലീസിൽ കീഴടങ്ങുക എന്നത് ദൃശ്യം സീരീസിന്റെ കോർ ഫിലോസഫിക്ക് തന്നെ എതിരാണ്. ഇതെല്ലാം എഴുതിയത് ജിത്തു ജോസഫ് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു വൈൽഡ് ഗസ് ഉണ്ട്. നമ്മൾ ഈ കണ്ടതല്ല ദൃശ്യം 3യുടെ കഥ. ഇതെല്ലാം ഒരു മറയാവാനാണ് സാധ്യത. ജോർജ് കുട്ടി സിനിമ നിർമ്മിച്ചത് ഉൾപ്പെടെ. സിനിമാ നിർമ്മാണം ഈ ഭാഗത്തിൽ ഒരു കാരണവശാലും പ്രാധാന്യം ഇല്ലാത്ത ഒന്നാണ്. മീഡിയ അറ്റൻഷൻ സിനിമാ നിർമ്മാണം മൂലമല്ല ഉണ്ടാകുന്നത്. വീണയുടെ റിപ്പോർട്ടർ കഥാപാത്രം സഹദേവന്റെ മകളായതുകൊണ്ടാണ്. അവൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന അറ്റൻഷനാണത്. എന്നിരിക്കെ എന്താണ് ഈ ഭാഗത്തിൽ സിനിമാ നിർമ്മാണത്തിന്റെ പാർട്ടിന് പ്രാധാന്യമെന്നത് ഒരു വലിയ ചോദ്യമാണ്. തീർച്ചയായും 4ാം ഭാഗത്തേക്കുള്ള വലിയൊരു ഹിന്റാണത്. ഈ വീഡിയോയിൽ പ്ലോട്ട് ഹോളായി പറഞ്ഞത് എല്ലാം ഒരു പക്ഷേ 4ാം ഭാഗത്തിൽ ബ്രില്യൻ്റായി മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ജോർജ് കുട്ടി എന്ന മലയാളം കണ്ട ഏറ്റവും വലിയ ക്ലാസിക് ക്രിമിനലിന്റെ സൃഷ്ടാവാണ് ജിത്തു ജോസഫ്. നമ്മൾ കണ്ടതാകാൻ വഴിയില്ല ദൃശ്യം 3. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റിൽ പങ്കുവെക്കുക. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.